അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ നമ്മുടെ റസിയ ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ് എല്ലാം കഴിഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നെല്ലാം അറിഞ്ഞു വന്നതിൻ്റെ ശേഷം നമ്മുടെ ജമീലത്തെയും റസാഖും ഹാജറയും എല്ലാം അവളോട് വളരെ സ്നേഹത്തിലാണ്. കാരണം വയറ്റിൽ കിടക്കുന്നത് ആൺകുഞ്ഞാണേ, എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്നുള്ളൊരു ബേജാറുണ്ട്. റസിയ ഹോസ്പിറ്റലിൽ പോകുന്നത് കൊണ്ട് അവൾക്ക് ഡ്രസ്സുകൾ അന്ന് അലക്കാൻ സമയം കിട്ടിയിരുന്നില്ല. പെട്ടെന്ന് തന്നെ മാറ്റി പോരാൻ പറഞ്ഞ് അങ്ങനെ പോയതാണ്. അതുകൊണ്ട് തന്നെ വന്നതിന് ശേഷം അവൾ ഡ്രസ്സുകളെല്ലാം അലക്കാമെന്ന് കരുതി എല്ലാം വാരിയെടുത്ത് അലക്ക് കല്ലിൻ്റെ അവിടേക്ക് പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ ജമീലത്താൻ്റെ വരവ്. അല്ല റസിയ, നീ എങ്ങോട്ടാണ്? തുണി അലക്കാനോ? ഇതെല്ലാം കൂടി അലക്കാനാണോ നീ പോകുന്നത്? നീ ഇനി ഇതൊന്നും ചെയ്യണ്ട, ഇങ്ങനെയുള്ള ഭാരപ്പെട്ട പണികളൊന്നും ഇനി നീ ചെയ്യണ്ട. പിന്നെ ഇനി കുറച്ച് ശ്രദ്ധ വേണം. നിന്റെ വയറ്റിൽ കിടക്കുന്നത് ഞങ്ങളുടെ രാസകുമാരനാണ്. അവനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്ക് നഷ്ടമൊന്നുമില്ല, എൻ്റെ മോൻക്കാണ് നഷ്ടം. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാൻ ഇവിടെ ഞാനോ ഹാജറയോ ഉണ്ട്. ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഇതുപോലെയുള്ള ഭാരപ്പെട്ട പണികളൊന്നും നീ ചെയ്യണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് അലക്കാനെടുത്തിട്ടുള്ള ആ തുണികളെല്ലാം വാങ്ങിച്ച് നമ്മുടെ ജമീലത്ത അലക്കുവാനായി പോയി. ഇതെല്ലാം കണ്ട് നമ്മുടെ റസിയ ആകെ സ്തബ്ധയായി നിൽക്കുകയാണ്. എൻ്റെ പടച്ചോനെ, ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. തൻ്റെ അമ്മായിമ്മ തന്നെയാണോ ഈ പറയുന്നത്? അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഉമ്മാൻ്റെ ഇങ്ങനെയൊരു മുഖം കാണുന്നത്. അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും വഴക്ക് പറഞ്ഞു ചീത്ത പറഞ്ഞു എന്തെങ്കിലും ശകാരിച്ചുമുള്ള മുഖമാണ് അവൾക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് തൻ്റെ കാതുകളെയും തൻ്റെ കണ്ണുകളെയും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ എന്തായാലും റസിയ റൂമിലേക്ക് പോയി. ആ സമയത്താണ് നമ്മുടെ സ്വത്തുവും മിനുവും വന്ന്, അതുപോലെ തന്നെ നമ്മുടെ ആമിമോളും വന്ന് അവളുടെ ഉമ്മാൻ്റെ വയറ്റിലിങ്ങനെ കൈവച്ചുകൊണ്ട്, ഉമ്മച്ചീൻ്റെ വയറ്റിൽ കുഞ്ഞാവ ഉണ്ട് അല്ലേ, അനിയൻ വാവയാണെന്ന് ഉമ്മമ്മ പറഞ്ഞു എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റസിയ മക്കളെ ചേർത്ത് പിടിച്ച് സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് പറഞ്ഞു, ആ മക്കളെ, ഉമ്മച്ചീൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞു വാവ ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കളിക്കാൻ കൂട്ടിനായിട്ട് വാവ വരും കേട്ടോ എന്നെല്ലാം പറഞ്ഞു. അവർ 3 പേരും ഉമ്മച്ചിയുടെ വയറ്റിൽ ഇങ്ങനെ തലോടിയും തൊട്ടുമെല്ലാം ഇങ്ങനെ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റസിയാൻ്റെ വീട്ടിൽ നിന്ന് അലിക്കയും അതുപോലെ തന്നെ സൈനബത്തെയും അതുപോലെ സൽമുവും എത്തി. അവരോടും റസിയ വിവരം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റസിയാനെ കാണാൻ വേണ്ടി അവർ 3 പേരും വരികയാണ്. അവർ വരുന്നത് ഉമ്മറത്തിരിക്കുന്ന നമ്മുടെ ജമീലത്തെയും ഹാജറയും കാണുന്നുണ്ട്. അപ്പോൾ ജമീലത്ത ഹാജറാനോട് പറഞ്ഞു, ആ തള്ളയും തന്തയും പിന്നെ ആ തല തെറിച്ച കുരുത്തം കെട്ട പെണ്ണും വരുന്നുണ്ട്. അവൾ വിളിച്ചു പറഞ്ഞിട്ട് വരുന്ന വരവാകും. കയ്യിലൊക്കെ വലിയ പൊതിയുണ്ടല്ലോ, എന്തെല്ലാമോ കൊണ്ടുവരുന്നുണ്ട് എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഫ്രൂട്ട്സും സാധനങ്ങളും ഒക്കെ ആവും. ഇനി മുഖം കനപ്പിച്ച് ഒന്ന് പറയുകയൊന്നും വേണ്ട. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ റസിയക്ക് മനസ്സ് വേദനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബാധിക്കുന്നത് നമ്മുടെ കുഞ്ഞിനെയാവും, അവളുടെ വയറ്റിലുള്ള നമ്മുടെ മോനെ, നമ്മുടെ രാജകുമാരനെ. അവനെ ഇതൊന്നും ബാധിക്കാൻ പാടില്ല. എപ്പോഴും അവളുടെ മനസ്സ് സന്തോഷമായിരിക്കണം. നമുക്ക് നല്ല ആരോഗ്യവും നല്ല ചെറുക്കും നല്ല മിടുമിടുക്കുമുള്ള നല്ലൊരു കുട്ടിയെ കിട്ടണം. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നമ്മളൊന്നും പറയാൻ പോകണ്ട എന്നും അവർ പരസ്പരം പറഞ്ഞു. ഉമ്മറത്തേക്ക് കയറിയ അലിഖാനോടും അതുപോലെ തന്നെ ഭാര്യ സൈനബത്തയോടും സെൽമുവിനോടും നമ്മുടെ ജമീലത്ത പറഞ്ഞു, ആരൊക്കെയാണ് ഈ വന്നിരിക്കുന്നത്? കുറേ ആയല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒന്ന് നമ്മുടെ റസിയ മോളെ അടുത്ത് വന്ന് പോയിക്കൂടെ? എന്നാൽ അവൾക്ക് അതൊക്കെ ഒരു സന്തോഷമാവൂലേ? ഇരിക്കും എന്നെല്ലാം പറഞ്ഞ് 3 പേർക്കും കസാരയെല്ലാം എടുത്തിട്ടു.
റസിയ മോളെ ഇവിടെ ഒന്ന് വന്നേ, ആരാണ് വന്നിക്കണ് ഒന്ന് നോക്ക്, നീ വേഗം ഇങ്ങോട്ട് വാ എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ റസിയാനെയും ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് നമ്മുടെ ജമീലത്ത. ഇതെല്ലാം കണ്ട് നമ്മുടെ അലിക്കയും അതുപോലെ തന്നെ സൈനബത്തെയും സെൽമും ആകെ വിട്ട് നിൽക്കുകയാണ്. പടച്ചോനെ, സെൽമു മനസ്സിൽ വിചാരിച്ചു, എന്താ ഈ തള്ളക്ക് പറ്റി, ഗുളിക മാറി കുടിച്ചോ, വട്ടായോ, ഇങ്ങനെയൊന്നും ഈ തള്ള സ്നേഹത്തോടു കൂടി ഞങ്ങളൊന്ന് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇരിക്കാൻ പറയുകയോ ഒന്നും ചെയ്യാറില്ലല്ലോ. വന്ന പാവം തന്നെ നടിക്കാതെ ഇവിടുന്ന് പെട്ടെന്ന് ആട്ടിവിടാനുള്ള ധൃതിയാണ് ഉണ്ടായിരിക്കുക. ഈ തള്ളക്ക് ഇതെന്ത് പറ്റി, വട്ടായോ എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അലിക്കയും സൈനബത്തെയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ പടച്ചവനെ, നല്ല മാറ്റമുണ്ടല്ലോ റസിയ മോളുടെ അമ്മായിമ്മക്ക്, എന്നും പടച്ചവൻ ഇത് നിലനിർത്തി കൊടുക്കട്ടെ. മാഷാ അല്ലാഹ്. അവർക്ക് സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല. അവർക്കും ആശ്വാസമായി തങ്ങളുടെ മകൾക്ക് ഇവിടെ ഈ ഒരു സമയത്ത് നല്ലൊരു പരിഗണന കിട്ടുന്നുണ്ട് എന്നറിഞ്ഞതിൽ. അപ്പോഴേക്കും നമ്മുടെ റസിയ എത്തി. അവരുടെ കയ്യിലുള്ള ആ ഒരു വലിയ കവറ് വാങ്ങിക്കൊണ്ട് നമ്മുടെ ജമീലത്ത റസിയാനോട് പറഞ്ഞു, റസിയ മോളെ, ഇത് റൂമിൽ കൊണ്ടുപോയി വെക്ക് കേട്ടോ. എന്നിട്ട് നീ നേരെ ഇതിലുള്ളത് എന്താ അവർ കൊണ്ടുവന്നത് വെച്ചാൽ നന്നായിട്ട് കഴിക്കണം കേട്ടോ, ആർക്കും കൊടുക്കരുത്. ആ ചെറുക്കനൊക്കെ ഇല്ലേ, അവനൊക്കെ കണ്ടാൽ അത് മുഴുവൻ എടുത്തു പോവും. നമ്മുടെ ഹാജറയുടെ കുഞ്ഞിനെയാണ് പറയുന്നത്. നീ ഇതാകത്ത് കൊണ്ടുപോയി വെക്ക്, ആർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊതി റസിയാൻ്റെ കയ്യിൽ കൊടുത്തു. റസി പറഞ്ഞു, സാരമില്ല ഉമ്മ, ഇത് ഉമ്മ തന്നെ അവിടെ വെച്ച് നമുക്ക് എല്ലാവർക്കും കഴിക്കാം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജമീലത്ത പറയുന്നുണ്ട്, വേണ്ട, അത് അവിടെ കൊണ്ടുപോയി വെക്ക്, ഇത് നീ കഴിക്കണം, എല്ലാവർക്കും കൂടി ഓഹരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്താണ് കിട്ടുക, ഇതിലുള്ളത് നീ കഴിക്കണം എന്നെല്ലാം പറഞ്ഞ് നിർബന്ധിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. സാധാരണ നമ്മുടെ ജമീലത്തെയും അതുപോലെ തന്നെ സൈനബത്തെയും അലിക്കയും പരസ്പരം കണ്ടു കഴിഞ്ഞാൽ ജമീലത്ത പോരുകോഴികളെ പോലെയാണ്, ഇങ്ങനെയുള്ള സ്നേഹപ്രകടനമൊന്നും ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ അവർ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് അവരെ ഇഷ്ടമല്ലെങ്കിലും അവരെ ആട്ടിപ്പായിക്കാനാണ് ധൃതിയെങ്കിലും അവർ കൊണ്ടുവന്ന സാധനങ്ങൾ കാര്യമാണ്, അത് വാങ്ങി റൂമിൽ നമ്മുടെ ജമീലത്ത എടുത്തു വെക്കാറുള്ള ആ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി പൂട്ടി വെച്ച് ആവശ്യാനുസരണം മകൾക്കും പേരക്കുട്ടിക്കുമൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കും. എന്നാൽ റസിയാക്കോ മക്കൾക്കോ ഒരു തരി പോലും കൊടുക്കില്ല. അത് അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വിചാരമൊന്നുമില്ല. അങ്ങനെയാണ് സാധാരണ പതിവ്. അങ്ങനെ നമ്മുടെ ജമീലത്ത അടുക്കളയിൽ പോയി പെട്ടെന്ന് തന്നെ അവർക്കുള്ള ചായയും പലഹാരവും എല്ലാം, നല്ല പഴം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല പഴംപൊരിയും അതുപോലെ തന്നെ നല്ല പാൽപ്പൊടി ഇട്ട് നല്ല ചായയും, നമ്മുടെ ഹമീദ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ കൊടുന്ന നല്ല നിഡോൻ്റെ പാൽപ്പൊടിയുണ്ട്, അതെല്ലാം ഇട്ട് ചായയും എല്ലാം ഉണ്ടാക്കി അവർക്ക് കൊടുത്തു. അതിൻ്റെ കൂടെ പിന്നെ ബേക്കറിയും ഉണ്ടായിരുന്നു, അതെല്ലാം കൊടുത്തു. വമ്പൻ സൽക്കാരമായിരുന്നു. ഇതെല്ലാം കണ്ട് നമ്മുടെ അലിക്കയും സൈനബത്തെയും സെൽമും ഒക്കെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്, വിട്ട് പകച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ റസിയാക്കും വളരെ സന്തോഷമായി. തൻ്റെ വീട്ടുകാരോടുള്ള ഉമ്മാൻ്റെ പെരുമാറ്റം കണ്ടപ്പോൾ അവൾക്കും ഭയങ്കര സന്തോഷമായി. തന്നെ അവർക്ക് ചായ ഒഴിച്ചു കൊടുത്ത് നിൽക്കുന്ന റസിയാനെ കണ്ടപ്പോൾ ജമീലത്ത് പറഞ്ഞു, നീയും ഇരിക്കും മോളെ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ അവർക്ക് കൊടുക്കാൻ, നീയും ഇരുന്ന് കഴിക്ക് എന്നെല്ലാം പറഞ്ഞ് അവളെ പിടിച്ച് ഇരുത്തുകയായിരുന്നു. സാധാരണ നമ്മുടെ ജമീലത്ത എങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതല്ലേ. ആരെങ്കിലും വന്നിരുന്ന് കഴിക്കുമ്പോൾ ആ സ്ഥലത്ത് നിന്ന് അവളെയും മക്കളെയും ആട്ടി ഓടിക്കാറാണ് പതിവ്. എല്ലാം കഴിഞ്ഞ് കിട്ടിയെങ്കിലായി, കിട്ടിയില്ലെങ്കിലായി, അങ്ങനെയാണ് സാധാരണ പതിവ്. ആ സ്ഥാനത്താണ് അവളെ പിടിച്ച് ഇരുത്തി സൽക്കരിക്കുന്നത്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പിരിഞ്ഞു പോയി. അവരെല്ലാം പോയ ശേഷം, യാത്ര പറഞ്ഞ് പോയ ശേഷം ജമീലത്ത റസിയാനോട് ചോദിച്ചു, മോളെ സന്തോഷമായില്ലേ? ഉമ്മാൻ്റെ കുട്ടിക്ക് എപ്പോഴും സന്തോഷമായിരിക്കണം. നീ സന്തോഷമായിരുന്നാലേ നിൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് സന്തോഷമായിരിക്കുകയുള്ളൂ. നീ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ അതെല്ലാം ആ കുഞ്ഞിനെയാണ് ബാധിക്കുക. അങ്ങനെയായാൽ ആരോഗ്യമില്ലാത്ത കുഞ്ഞിനെയാണ് നിനക്ക് കിട്ടുക എന്നെല്ലാം. സാധാരണ റസിയ വയറ്റിലുണ്ടായിരിക്കുമ്പോൾ മാക്സിമം അവളെക്കൊണ്ട് അവിടെയുള്ള ജോലികൾ ചെയ്യിക്കാനും
അതുപോലെ തന്നെ അവളെ മാനസികപരമായി ബുദ്ധിമുട്ടിക്കാനുമാണ് നമ്മുടെ ജമീലത്തെയും മകളും എല്ലാം ശ്രമിക്കാറുള്ളത്. ഇത്തവണയും തുടക്കം വരെ 6-ാം മാസത്തിലെ സ്കാനിങ് കഴിയുന്നത് വരെ അങ്ങനെ തന്നെയായിരുന്നു പതിവ്. അതിൻ്റെ ശേഷം സ്കാനിങ് എല്ലാം കഴിഞ്ഞ് കുഞ്ഞാണ് എന്നറിഞ്ഞതിൻ്റെ ശേഷമാണ് ജമീലത്താക്കും മകൾക്കുമെല്ലാം ഇങ്ങനെയൊരു മാറ്റമുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ രാസകുമാരനാണ്, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ രാസകുമാരനാണ് അവളുടെ വയറ്റിൽ. ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കാതെ നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞായി ജനിക്കണമെന്നാണ് നമ്മുടെ ജമീലത്തയുടെയും എല്ലാവരുടെയും ആവശ്യം. അങ്ങനെ എന്തായാലും ദിവസങ്ങൾ മാസങ്ങളും പിന്നെയും കടന്നുപോയി. റസിയക്ക് നാളെയാണ് ഹോസ്പിറ്റലിൽ പ്രസവത്തിന് പോണ്ട ദിവസം പറഞ്ഞിരിക്കുന്നത്. 7-ാം മാസം കഴിഞ്ഞ് 8-ാം മാസത്തിലേക്ക് കടന്നപ്പോൾ തന്നെ നമ്മുടെ ജമീലത്ത റസാക്കിനെയും കൂട്ടിപ്പോയി. റസിയാക്കും കുഞ്ഞിനുമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. റസിയാക്ക് 4-5 കൂട്ട് മാക്സിയും അതുപോലെ തന്നെ ഷാളും പാവാടയും അതുപോലെ കച്ചത്തുണികളും എണ്ണയും സോപ്പും കുഞ്ഞിന് വേണ്ട ഡ്രസ്സും തൊട്ടിലും കൺമഷിയും പൗഡറും തുടങ്ങി അവന് വേണ്ട ഡ്രസ്സുകളും എല്ലാ സാധനങ്ങളും വാങ്ങി കൊട്ടയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ 9 മാസം തികയാനായാലും 10ലേക്ക് കടക്കാനായാലും ആരും ഒന്നും വാങ്ങാറില്ല. എല്ലാം നമ്മുടെ റസിയാൻ്റെ വീട്ടുകാർ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാറാണ് പതിവ്. എന്നാൽ ഇത്തവണ ആൺകുഞ്ഞാണ് എന്നറിഞ്ഞത് കൊണ്ട് തന്നെ ഒന്നും അവരെ കൊണ്ട് വാങ്ങിക്കാനോ ഒന്നും അവർ വാങ്ങിയാലൊന്നും ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജമീലത്ത 8-ാം മാസത്തിലെ എല്ലാം വാങ്ങി കൊട്ടയിലാക്കി റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ റസിയയും റസാക്കും ഡ്രസ്സെല്ലാം ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതിൻ്റെ മുൻപേ തന്നെ നമ്മുടെ ജമീലത്തെയും ഹാജറയും മോനും റെഡിയായി പൂമുഖത്ത് ഇരിക്കുന്നുണ്ട്. അവരെ കണ്ടതും നമ്മുടെ റസിയാക്ക് അത്ഭുതമായി. നിങ്ങളും പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു അവൾ. അപ്പോൾ നമ്മുടെ ജമീലത്ത പറഞ്ഞു, പിന്നെന്താ, ഞങ്ങൾ പോരണ്ടേ? ഞങ്ങളുടെ രാജകുമാരനെ എൻ്റെ കയ്യിലേക്കാവണം പിറന്നു വീഴേണ്ടത്. ഞാനാണ് അവനെ ഏറ്റുവാങ്ങുക. പിന്നെ അവനെ എനിക്കല്ലേ ആദ്യം ഏറ്റുവാങ്ങേണ്ടത്. അതുകൊണ്ട് ഞാൻ പോരേണ്ടേ? എന്താണ് നീ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ റസിയ ചോദിച്ചു, അല്ല ഉമ്മ, സാധാരണ നിങ്ങൾ പോരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജമീലത്ത് പറഞ്ഞു, സാധാരണ റസാക്ക് പോരാറുണ്ടോ? അവൻ പോരുന്നത് കണ്ടില്ലേ? ഞങ്ങളുടെ രാജകുമാരനെ ഞങ്ങൾക്ക് പിന്നെ കാണണ്ടേ? ഞങ്ങളാണ് അവനെ ഏറ്റുവാങ്ങുന്നത്. അതുകൊണ്ട് ഒന്ന് സംസാരിച്ച് നിൽക്കാതെ നേരെ വൈകാതെ ഇങ്ങോട്ട് ഇറങ്ങാൻ നോക്ക് എന്നെല്ലാം പറഞ്ഞ് മുന്നിൽ കൊട്ടയും എടുത്തുകൊണ്ട് ജമീലത്ത ഇറങ്ങി. അതിൻ്റെ പിന്നാലെ നമ്മുടെ റസാക്കും റസിയയും അതുപോലെ തന്നെ ഹാജറയും കുഞ്ഞുങ്ങളും എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. അവൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും നമ്മുടെ അലിക്കയും അതുപോലെ തന്നെ സൈനബത്തെയും സെൽമവും അവിടെ എത്തിയിരുന്നു. ഇവരെയെല്ലാം കണ്ടതും നമ്മുടെ അലിക്കാക്കും അതുപോലെ തന്നെ സൈനബത്താക്കും സെൽമവിനും അത്ഭുതമായി. പിന്നെ അവർ മനസ്സിൽ വിചാരിച്ചു, അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കാരണം ഈ ആൺകുഞ്ഞാണ് എന്നറിഞ്ഞത് മുതൽ അവരുടെ പെരുമാറ്റമെല്ലാം അവർ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഹോസ്പിറ്റലിലും എത്തിയിരിക്കുന്നത്. പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞിനെയെല്ലാം ഏറ്റുവാങ്ങാൻ സാധാരണ ആരും വാങ്ങാൻ ഇല്ലാതെ അനാഥപ്പെട്ട ഒരവസ്ഥയിലാണ് ഉണ്ടാവാറുള്ളത്. തങ്ങളെങ്കിലും ഉള്ളത് കൊണ്ട് തങ്ങളുടെ മകൾ കുഴപ്പമില്ലാതെ പ്രസവം കഴിഞ്ഞ് പോരാറാണ് ഉള്ളത്. അവരുടെ ഭാഗത്തു നിന്നും ആരും ഉണ്ടാവാറില്ലല്ലോ പെൺകുഞ്ഞായതുകൊണ്ട്. ഇതെന്തായാലും ആൺകുഞ്ഞായത് കൊണ്ടായിരിക്കും എല്ലാവരും എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ വന്ന് ആ സമയത്ത് തന്നെ നമ്മുടെ റസിയാൻ്റെ ലിസ്റ്റും കൊണ്ട് അവളുടെ എല്ലാ പേപ്പറുകളും കൊണ്ട് ആ കൊട്ടയും സാധനങ്ങളും കൊണ്ട് അവർ ലേബർ റൂമിൻ്റെ മുന്നിലെത്തി. ആ കൊട്ടയും സാധനങ്ങളും അവർ അവിടെ വെച്ച് റൂമെല്ലാം എടുത്തിരുന്നു. അങ്ങോട്ട് കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ റസിയായും അവളുടെ പേപ്പറും സാധനങ്ങളും കൊണ്ട് ഒരു നഴ്സ് ലേബർ റൂമിൻ്റെ അകത്തേക്ക് അവളെയും കൊണ്ട് പോയി. അവരെല്ലാവരും മോളെ നന്നായിട്ട് വരട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ റസിയാനെ ലേബർ റൂമിൻ്റെ അകത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ റസിയാനെ ലേബർ റൂമിൽ കയറ്റി ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. സമയം വളരെ ഇഴഞ്ഞിഴഞ്ഞാണ് പോകുന്നത് എന്ന് തോന്നി അവർക്കെല്ലാം. അവരെല്ലാം പ്രാർത്ഥനാപൂർവ്വം ഇങ്ങനെ ആകാംക്ഷയോടെ ലേബർ റൂമിൻ്റെ മുൻപിൽ ഇരിക്കുകയാണ്.
അലിക്കയും റസാക്കും ഇരിപ്പുറക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. റസാക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബീഡിയും പുകക്കുന്നുണ്ട്. അവർക്കൊക്കെ നമ്മുടെ റസിയൻ്റെ ഉമ്മയും ഉപ്പയും സെൽമവും പ്രാർത്ഥിക്കുന്നത്, പടച്ച റബ്ബേ യാതൊരു കുഴപ്പവുമില്ലാതെ പ്രസവം വേഗം കഴിഞ്ഞ് ഉമ്മയും കുഞ്ഞും ആരോഗ്യപൂർവ്വമായി സന്തോഷത്തോടെ തിരിച്ചു വരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ റസാക്കിനും ഉമ്മാക്കും ഹാജറാക്കും ചിന്ത കുഞ്ഞി എന്ന് മാത്രമായിരുന്നു. അവർ പഠിച്ചവനെ നല്ലൊരു കുഞ്ഞിനെ തരണേ, നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞായിരിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിന് മാത്രമാണ് അവരുടെ ചിന്ത. കുഞ്ഞിന് വേണ്ടി മാത്രമാണ് അവർ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ വീണ്ടും 3-4 മണിക്കൂർ കൂടി കഴിഞ്ഞു പോയി. അപ്പോഴേക്കും ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നു. റസിയ പ്രസവിച്ചു കേട്ടോ, ആൺകുഞ്ഞാണ്, 4 കിലോ തൂക്കമുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞു. കുഞ്ഞ് ചെറുതായിട്ടൊന്ന് കരയാൻ വൈകിയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കുഞ്ഞ് കരഞ്ഞു. എന്നാലും കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ടുവരാം, കുഴപ്പമൊന്നുമില്ല 2 പേർക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം മാഷാ അല്ലാഹ് സന്തോഷമായി എന്നെല്ലാം മനസ്സിൽ വിചാരിച്ച് ഒരു പാക്കറ്റ് ലഡു കൊണ്ടുവന്നിരുന്നു. നമ്മുടെ ജമീലത്ത തന്നെയാണ് അത് പൊട്ടിച്ച് എല്ലാവർക്കും എൻ്റെ മോന് കുഞ്ഞുണ്ടായി, ആൺകുഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി എല്ലാവർക്കും ലഡു വിതരണം ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെയും കൊണ്ട് സിസ്റ്റർ പുറത്തേക്ക് വന്നു. എല്ലാവരും ആകാംക്ഷയോട് കൂടി കുഞ്ഞിനെ കാണാൻ ഓടിയെത്തി. ജമീലത്ത ഓടി വന്ന് കുഞ്ഞിനെ ഏറ്റുവാങ്ങി. ഉമ്മമ്മയുടെ രാസകുമാരൻ എത്തിയല്ലോ, നല്ല പൊന്നും കുടം പോലെ ഒരു രാസകുമാരൻ, ഉമ്മമാൻ്റെ ചക്കരമുത്ത് എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ നെറ്റിയിലവർ തുരുതുര എന്ന് ഉമ്മ വെച്ചു. അതോടൊപ്പം തന്നെ ഉമ്മമാൻ്റെ അമീർ മോനെ, ഉമ്മമാനെ ആമിക്കുട്ട എന്നെല്ലാം വിളിക്കുന്നുണ്ട്. അവർ പേരും കണ്ടുവച്ചിട്ടുണ്ട്. സാധാരണ അറബിയിൽ രാജാക്കന്മാരെ അമീർ എന്ന് വിളിക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ കുഞ്ഞിനെയും അമീർ എന്ന് വിളിച്ചാൽ മതി എന്നും അവർ ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ അമീർ എന്ന് പേരും വിളിച്ചു. അങ്ങനെ നമ്മുടെ റസാക്കിൻ്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു അവർ. അന്ന് റസിയാൻ്റെ 2ാമത്തെ പ്രസവത്തിന് കുഞ്ഞ് പെൺകുഞ്ഞാണ് എന്ന് അറിഞ്ഞതും ഉമ്മയും മകനും അവിടെ നിന്ന് കുത്തനെ ഒരു പോക്ക് പോയതാണ്. കുഞ്ഞിനെ കയ്യിൽ ഏറ്റുവാങ്ങാനോ ചെവിയിൽ ബാങ്ക് കൊടുക്കാനോ ഒന്നും അവർ നിന്നില്ല. അപ്പോൾ റസിയാൻ്റെ ഉപ്പയാണ് കുഞ്ഞിൻ്റെ ചെവിയിൽ ആ ഒരു പ്രസവത്തിന് ബാങ്കെല്ലാം കൊടുത്തത്, ബാഗും ഇഖാമത്തുമെല്ലാം കൊടുത്തത്. എന്നാൽ ഇത്തവണ റസാഖ് തന്നെ കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്ക് കൊടുത്തു. അങ്ങനെ സന്തോഷമായി. പിന്നെ ഓരോരുത്തർ മാറി മാറി ഹാജറ, അതുപോലെ എല്ലാം കഴിഞ്ഞാണ് നമ്മുടെ റസിയാൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും സെൽമുവിനെല്ലാം കുഞ്ഞിനെ എടുക്കാൻ കിട്ടിയത്. അത്രക്കും തങ്ങളുടെ മാത്രം അവകാശമാണ് എന്ന നിലക്കായിരുന്നു നമ്മുടെ ജമീലത്തയുടെയും റസാഖിൻ്റെയും അതുപോലെ തന്നെ ഹാജറായുടെയും പെരുമാറ്റം. കുഞ്ഞുങ്ങളും സ്നേഹപൂർവ്വം തങ്ങളുടെ കുഞ്ഞനിയൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ആ ഒരു സമയം കടന്നുപോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെയും കൊണ്ട് അവരെല്ലാം റൂമിൽ പോയി. റസിയാനെ കുറച്ച് കഴിയുമ്പോഴേക്കും റൂമിലേക്ക് മാറ്റും, അപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ റൂമിലേക്ക് വിടുകയായിരുന്നു. റൂമിലെത്തിയതും കുഞ്ഞിനെ നിലത്തെങ്ങും വെക്കുന്നില്ല, കയ്യിലും പിടിച്ചിരിപ്പാണ് നമ്മുടെ ജമീലത്ത. അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ റസാഖിൻ്റെ ഉപ്പയുടെ ഒരു പഴയ സുഹൃത്ത് ജമാലിക്ക ഉണ്ട്. ജമാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം റസാഖിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. മോനെ, നീ എവിടെയാണ്? അവൻ പറഞ്ഞു, ഇക്ക, ജമാലിക്ക, ഞാൻ ഹോസ്പിറ്റലിലാണ്, എനിക്ക് ഒരു ചെറിയ മോനുണ്ടായി, അവിടെയാണ്, അതിൻ്റെ സന്തോഷത്തിലാണ് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജമാലിക്ക പറഞ്ഞു, എന്നാൽ നിനക്ക് ആ കുഞ്ഞിൻ്റെ ജനനത്തോടൊപ്പം സന്തോഷിക്കാൻ വേറൊരു വകയും കൂടിയുണ്ട്. നീ കുറേ കാലമായി ജോലിയും കൂലിയും ഇല്ലാതെ തേരാപാര നടക്കുകയല്ലേ. പിന്നെ ഞാൻ ഡ്രൈവറായിരുന്ന നമ്മുടെ ഇബ്രാഹിം മുതലാളിയുടെ വീട് നിനക്കറിയില്ലേ? ഞാൻ 10-40 വർഷമായി അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ്. എനിക്ക് വളരെ നല്ല സാലറിയും അതുപോലെ തന്നെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ എൻ്റെ സ്നേഹിതനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ നിന്നോട് ഈ വിവരം പറയാനെന്ന് വിചാരിച്ചത്. നിൻ്റെ ഉപ്പ എൻ്റെ പ്രിയ സ്നേഹിതനായിരുന്നു, എനിക്ക് വലിയ കാര്യമായിരുന്നു. അവൻ്റെ മോനിങ്ങനെ ജോലിയും കൂലിയും ഇല്ലാതെ തേരാപാര നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം.
അതുകൊണ്ട് തന്നെ ഞാനിനി പ്രായമായില്ലേ, എൻ്റെ ജോലിയെല്ലാം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് ഞാൻ അദ്ദേഹത്തോട് നിന്നെ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ശമ്പളവും പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൂട്ടിത്തരും. എല്ലാം കൊണ്ടും നല്ലതാണ്. അതുകൊണ്ട് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ നാളെ അദ്ദേഹത്തെ ചെന്ന് കാണാം എന്ന് പറഞ്ഞു. റസാക്കിന് സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം മറ്റേ തലതെറിച്ച കുരുത്തം കെട്ട കുഞ്ഞുണ്ടായപ്പോഴാണ് തൻ്റെ ഉള്ള ജോലി പോയത്. തൻ്റെ പൊന്നുമോൻ, തൻ്റെ രാജകുമാരൻ, ഉമ്മ പറഞ്ഞ പോലെ തന്നെ തൻ്റെ രാജകുമാരൻ ഭൂമിയിലേക്ക് വന്ന ആ ദിവസം തന്നെ തനിക്ക് അൽഹംദുലില്ലാ നല്ലൊരു ജോലിയും കിട്ടി. സന്തോഷമായി. അവൾ പറഞ്ഞു, ആ നാളെ ഞാൻ പോയി കണ്ടോളാം ജമാലിക്ക. പിന്നെ എനിക്ക് വളരെ ഉപകാരമായി നിങ്ങൾ ചെയ്തു തന്നത്. അൽഹംദുലില്ലാ എന്നെല്ലാം പറഞ്ഞ് റസാക്ക് ഫോൺ വെച്ച് സന്തോഷത്തോടു കൂടി വിവരങ്ങളെല്ലാം ജമീലത്തയോടും അവിടെയുള്ള ബാക്കിയുള്ളവരോടും അറിയിച്ചു. നമ്മുടെ ജമീലത്ത പറഞ്ഞു, കണ്ടോ, എൻ്റെ രാജകുമാരൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ അതിൻ്റെ ബർക്കത്ത് കണ്ടു തുടങ്ങി. കണ്ടോ, നല്ല ഐശ്വര്യമുള്ള കുഞ്ഞാണ്. എൻ്റെ മോൻ ഇത്ര കാലമായി ജോലിയും കൂലിയും ഇല്ലാതെ തേരാപാര നടക്കുകയായിരുന്നു. അവൻ പിറന്നു വീണ ദിവസം തന്നെ കണ്ടില്ലേ, എൻ്റെ പൊന്നുമോന് ജോലി തിരിച്ചു കിട്ടി. എന്നിട്ട് ആമിക്കുട്ടി അവിടെ ഇങ്ങനെ ചാരി ആ ബെഡിൽ നിൽക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ തലക്ക് ഒരു കിഴുക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ കുരുത്തം കെട്ട പെണ്ണ് ഉണ്ടായ അന്നാണ് എൻ്റെ മോൻ്റെ ജോലി പോയത്. കണ്ടില്ലേ, ഇവളുടെ കുരുത്തം, ആ ഒരു കുരുത്തമില്ലായ്മ, അവളുടെ ഒരു എൻ്റെ മോൻ്റെ കഷ്ടകാലം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പെണ്ണ് കാരണമാണ് എൻ്റെ മോൻ്റെ ജോലി പോയത്. എൻ്റെ രാജകുമാരൻ വന്നതോടുകൂടി നമ്മുടെ കഷ്ടകാലമെല്ലാം മാറി എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ഒന്നും കൂടി ഇങ്ങനെ മടിയിലേക്ക് ചേർത്ത് പിടിച്ചു. ആമിക്കുട്ടിക്കാണെങ്കിൽ നന്നായി വേദനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിന് അറിയാം തങ്ങളുടെ ഉമ്മമ്മാൻ്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ഇങ്ങനെ ദയനീയപൂർവ്വം നമ്മുടെ അലിക്കാനെയും അതുപോലെ തന്നെ സെൽമോനെയും ഒക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ സെൽമു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഇവിടെ വാ മേമാൻ്റെ മോള് വായോ എന്ന് പറഞ്ഞ് അവളെ വാരിയെടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അവർക്കെല്ലാം മനസ്സിലായിരുന്നു നമ്മുടെ ജമീലത്തെയും മക്കളും എല്ലാം കാണിച്ചത് വെറും അഭിനയമായിരുന്നു. അല്ലാതെ റസിയാനോടും മക്കളോടും സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല. ആ കുഞ്ഞിനെ കയ്യിൽ കിട്ടുവോളമുള്ള അവരുടെ ഒരു പ്രകടനമായിരുന്നു അതെല്ലാം എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും റസിയാനെയും റൂമിലേക്ക് മാറ്റി. അവൾ വന്നതും നമ്മുടെ ജമീലത്ത പറഞ്ഞു, എടി കുഞ്ഞിന് വേഗം പാല് കൊടുക്ക്. എത്ര സമയമായി കുഞ്ഞ് ചുണ്ടും ചെറിയും വറ്റി കിടക്കുന്നു. അതിന് പെട്ടെന്ന് പാല് കൊടുക്ക് എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ റസിയാനെ ഇങ്ങനെ സ്വൈരം കെടുത്തുന്നുണ്ട് ജമീലത്ത. അങ്ങനെ റസിയ കുഞ്ഞിന് പാല് കൊടുത്തു. അതിൻ്റെ ശേഷം അവർ സന്തോഷത്തോടു കൂടി റസിയാനോട് പറഞ്ഞു, ആ എടി എൻ്റെ കുഞ്ഞ് വന്നതോടുകൂടി നിൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ മോൻ്റെ പോയ ജോലി തിരിച്ചു കിട്ടി. എൻ്റെ രാജകുമാരൻ്റെ ഗുണം കൊണ്ടാണ്, അവൻ്റെ ബർക്കത്ത് കൊണ്ടാണ് അവൻക്ക് പുതിയ ജോലി കിട്ടി. ഉപ്പാൻ്റെ സുഹൃത്തിൻ്റെ പഴയ സുഹൃത്തുണ്ട് ജമാൽ, അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്നു അദ്ദേഹം ഒരു വീട്ടിൽ. ആ വീട്ടിലേക്കാണ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം നാളെ മുതൽ ഇനി ജോലിക്ക് വരുന്നില്ല, റസാക്കിനോട് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നെല്ലാം അവർ സന്തോഷത്തോടു കൂടി പറഞ്ഞു. അത് കേട്ടപ്പോൾ റസിയാക്കും ആശ്വാസമായി. കുറേ കാലമായി തൻ്റെ മോളെ കുറ്റം പറഞ്ഞ് നടക്കുകയായിരുന്നു. അവൾ കാരണമാണ് ജോലി പോയതെന്ന് പറഞ്ഞ് ഇനി അതിനൊരു ആശ്വാസമുണ്ടാവുമല്ലോ, ഒരു ജോലിയെല്ലാം ആയല്ലോ എന്ന് വിചാരിച്ച് അവൾക്കും സന്തോഷമായി.